ഗൈസ്, വെൽക്കം ടു സൺഫ്ലവർ. നമ്മളിന്ന് തഞ്ചാവൂരാണ് പോകുന്നത്. അമ്മൂമ്മയുണ്ട്, ഉണ്ണിയുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്. നമ്മൾ ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കാം. ചിലപ്പോൾ ഇരുട്ടായിരിക്കും. തമിഴ്നാട്ടിലെ ഒരു ചരിത്ര പ്രസിദ്ധമായ നഗരമാണ് തഞ്ചാവൂർ. ഞങ്ങളുടെ യാത്ര അങ്ങോട്ടാണ്. എറണാകുളത്ത് നിന്നും 449 കിലോമീറ്ററാണ് തഞ്ചാവൂരിലേക്ക്. എറണാകുളത്ത് നിന്നും നമുക്ക് ട്രെയിനും സർവീസും അവൈലബിൾ ആണ്. കാരയ്ക്കൽ എക്സ്പ്രസ് വഴി രാത്രി 10:30 ഒരു ട്രെയിൻ ഉള്ളത്. രാവിലെ 9 മണിയാകുമ്പോൾ തഞ്ചാവൂരിലെത്തും. തിരിച്ച് 6:30 തിരിക്കുന്ന വണ്ടി രാവിലെ 6 മണിയാകുമ്പോൾ എറണാകുളത്തെത്തും. ഞങ്ങളുടെ ഈ യാത്ര മകനെയും കൊണ്ടായത് കാരണം ഞങ്ങൾ ട്രെയിൻ വേണ്ട എന്ന് വെച്ചു. അവൻ്റെ കാലുകളിൽ ചെറിയൊരു പരിക്കുള്ളതും കാരണവും ഞങ്ങളത് യാത്ര കാറിലാക്കാമെന്നാണ് ഞങ്ങളുടെ തീരുമാനം. 8 മണിക്കൂർ 23 മിനിറ്റാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയപ്പോഴേക്കും കാണുന്നത്. പാലക്കാട് പൊള്ളാച്ചി വഴിയാണ് നമ്മളുടെ യാത്ര പോകുന്നത്. ഞങ്ങൾ രാവിലെ 4:45 ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. കാറ്റാടിപ്പാടങ്ങളുടെ നടുവിലൂടെയായിരുന്നു ഞങ്ങളുടെ യാത്ര. പൊള്ളാച്ചി കഴിയുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റുന്നൊരു മനോഹരമായ കാഴ്ചയാണ് ഈ കാറ്റാടി മരങ്ങൾ. രാവിലെ ആയത് കാരണം അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 1:30 ആയപ്പോഴേക്കും ഞങ്ങൾ തഞ്ചാവൂരിലെത്തിയായിരുന്നു. ഞങ്ങൾ തഞ്ചാവൂരിൽ ഒരു അബസ് റെസിഡൻസി എന്നൊരു ഹോട്ടലിലായിരുന്നു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ചെക്കിംഗ് എല്ലാം ചെയ്തതിന് ശേഷം ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കാനായി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ശ്രീകൃഷ്ണ ഭവൻ എന്ന ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്. അമ്പലത്തിൽ മുന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്നൊരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായി പോയത്. ആ റെസ്റ്റോറൻറ്റിനോടൊപ്പം ചേർന്ന് കിടക്കുന്ന ഒരു കടയിൽ നിറച്ച തഞ്ചാവൂർ പാവകളും തഞ്ചാവൂർ പെയിൻറ്റിങ്സും മറ്റ് കലാരൂപങ്ങളും അണിനിരത്തി വെച്ചിരിക്കുന്നുണ്ട് വിൽപ്പനയ്ക്കാണ്. തഞ്ചാവൂരിലെ ചിത്രങ്ങൾ, കരകൗശല വസ്തുക്കൾ, പട്ടുനൂൽ നെയ്മ, തമിഴ് സാഹിത്യം, ശാസ്ത്രീയം, നൃത്തം, സംഗീതം എന്നിവ ലോകമെമ്പാടും പ്രശസ്തമാണല്ലോ. ഇവിടെ വന്ന് നേരിട്ട് അതെല്ലാം അനുഭവിച്ചറിയാനും കുഞ്ഞുങ്ങൾക്ക് ഇതെല്ലാം കാണിച്ചു കൊടുക്കാനും കൂടെ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളുടെ ഈ തഞ്ചാവൂർ യാത്രയുണ്ടായിരുന്നത്. ഈ കടയ്ക്ക് പുറമെ നമ്മൾ റോഡിലേക്ക് ഇറങ്ങുമ്പോഴേക്കും സ്ട്രീറ്റുകളിൽ നമുക്ക് പല സ്ഥലങ്ങളിലുമായി തഞ്ചാവൂർ പാവകൾ വിൽക്കാൻ വച്ചേക്കുന്നതായി കാണപ്പെടാം. വളരെ മനോഹരമായ, വളരെ കളർഫുള്ളായിട്ടുള്ള കുറേ രൂപങ്ങളായ പാവകൾ. വൈകുന്നേരം ഞങ്ങൾ കുളിച്ച് റെഡിയായി തഞ്ചാവൂർ അമ്പലത്തിലേക്കുള്ള യാത്ര തുടങ്ങി. വൈകുന്നേരം ഒരു 5:30 ആയപ്പോഴേക്കുമാണ് ഞങ്ങൾ ക്ഷേത്രത്തിലേക്കുള്ള യാത്ര തിരിച്ചത്. റൂമിൽ നിന്നും യാത്രയുടെ ക്ഷീണം കാരണം കുറച്ച് നേരം ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് എണീറ്റ് കുഞ്ഞുങ്ങളെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി അമ്പലത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത്യാവശ്യം നല്ല തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നുണ്ട്. മോൾക്ക് മുല്ലപ്പൂ വേണമെന്ന് പറഞ്ഞ് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ചേട്ടൻ മകനെയും കൊണ്ട് അകത്തേക്ക് പോകുന്നു. അവനെയും കൊണ്ട് ഫുൾ ടൈം എടുത്തുകൊണ്ടായിരുന്നു ചേട്ടൻ്റെ യാത്ര മൊത്തവും ഉണ്ടായിരുന്നത്. ദക്ഷിണ ഇന്ത്യയിലെ അത്ഭുതങ്ങളും ചരിത്ര നിർമ്മിതവുമായ തഞ്ചാവൂർ ബൃഹദ്വേശ്വര ക്ഷേത്രം. ക്ഷേത്രത്തിലേക്ക് കടക്കാൻ 2 ഗോപുരങ്ങളാണ് ഉള്ളത്. ആദ്യ ഗോപുരം കടന്ന് ഉള്ളിലേക്ക് കയറുമ്പോഴേക്കും ഇടതുവശത്തായി ക്ഷേത്രത്തിലെ ചരിത്രം എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം. അടുത്ത ഗോപുരത്തിലേക്ക് കടക്കുന്നതിന് മുന്നെയായി നമ്മൾ പാദരക്ഷകൾ പുറത്തു വെക്കേണ്ടതുണ്ട്. അതിനായി അവിടെ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ ആദ്യ ഗോപുരം കടന്നു ചെല്ലുമ്പോഴേക്കും വലതുവശത്തായി ഗോപുരത്തിലേ നിന്നും ഒരു ക്ലോക്ക് റൂമിലേക്കുള്ളൊരു വഴി നമുക്ക് കാണാം. അവിടെ നമ്മുടെ പാദരക്ഷകൾ സൂക്ഷിച്ചതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകാം. അത്യാവശ്യം തിരക്കുള്ളത് കാരണം കുറച്ച് സമയം നമുക്ക് അവിടെ നിൽക്കിപ്പോയി. ഓരോ ഗോപുരവാതിലുകളിൽ മുന്നെയായി പല സ്ഥലത്തും നമുക്ക് ഓരോ വിഗ്രഹങ്ങളുള്ളതായി കാണാം. പലയിടത്തും അവിടെ ആരാധനയുള്ളതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അകത്തേക്ക് വീണ്ടും നടക്കുമ്പോൾ വിശാലമായ ഒരു ഗാർഡൻ അവിടെ കാണാവുന്നതാണ്. അതും കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറുന്നതിന് മുന്നെയായി നമുക്ക് സെക്യൂരിറ്റി ചെക്കുണ്ട്. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് അകത്തേക്ക് കയറാൻ സാധിക്കുക.
ഇവിടെ അമ്പലത്തിൽ ചിത്തിരോത്സവം നടക്കുന്നുണ്ടായിരുന്നു. തേരുകളും കൽമണ്ഡപങ്ങളെല്ലാം അലങ്കരിച്ചതുമായി നമുക്കിവിടെ കാണപ്പെടാൻ സാധിച്ചിരുന്നു. സംഗീതോത്സവവും ഭരതനാട്യത്തിന് വേണ്ടി കുഞ്ഞുങ്ങളൊക്കെ റെഡിയായി നിൽക്കുന്നതുമെല്ലാം ഇവിടെ കാണാൻ സാധിച്ചിരുന്നു. സംഗീതോത്സവം ഇവിടുത്തെ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ഉത്സവമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ക്ഷേത്രത്തിലെ മുന്നിലെ ഒരു കൽമണ്ഡപം കാണാം. അവിടെ നന്ദിയുടെ മണ്ഡപമാണത്. ഒറ്റക്കല്ലിൽ തീർത്ത നന്ദിയുടെ മണ്ഡപമാണ്. 16 അടി നീളവും 13 അടി ഉയരവുമുള്ള ക്ഷേത്രത്തിൽ മുന്നെയാണ് നന്ദിയുടെ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. ആദ്യകാലങ്ങളിൽ തിരുവുടയാർ ക്ഷേത്രം എന്ന പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെട്ടിരുന്നത്. പെരിയ കോവിൽ എന്നും രാജരാജേശ്വര ക്ഷേത്രമെന്നും അറിയപ്പെട്ടിരുന്നു. ചോള രാജവംശത്തിലെ മഹാനായ രാജരാജ ചോളറാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. 985 AD നിർമ്മാണം തുടങ്ങിയ ഈ ക്ഷേത്രം 1013 പൂർത്തിയായത്. ശിവനാണ് പ്രധാന പ്രതിഷ്ഠ. പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്ത ഏക ക്ഷേത്രമാണ് ഇത്. പരമശിവനെ ലിംഗരൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കുഞ്ചമല്ലൻ പെരുന്തച്ചൻ എന്ന ശില്പിയാണ് ഈ ക്ഷേത്രം രൂപകൽപ്പന ചെയ്തത് എന്ന് പറയപ്പെടുന്നു. മനോഹരമായ ചോള വാസ്തുവിദ്യയുടെ നല്ല ഒരു ഉദാഹരണം കൂടിയാണ് ഈ ക്ഷേത്രം. 216 അടി ഉയരവും 14 നിലകളുമാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. 81 ടൺ ഭാരമുള്ള ഒറ്റക്കല്ലിൽ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മകുടം. 400 തൂണുകളും വാരാന്തയും 5 നിലകളുമുള്ള പ്രവേശന ഗോപുരവുമുണ്ട് ഇവിടെ. ശിവലിംഗ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പ്രധാന ക്ഷേത്രത്തിന് വടക്ക് ചണ്ഡികേശ്വരൻ്റെ പ്രതിഷ്ഠയുമുണ്ട്. പെരിയ നായികി അമ്മൻ ക്ഷേത്രവും അടുത്തു തന്നെയാണ് ഉള്ളത്. ഗണപതി, മുരുകൻ, സൂര്യൻ, ചന്ദ്രൻ, അഷ്ടദിക്പാലകൻ, അഗ്നി, ഇന്ദ്രൻ, വായു, യമൻ, കുബേരൻ തുടങ്ങിയ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. ശിവരാത്രി, നവരാത്രി, പഞ്ചമി, പ്രദോഷം, അഷ്ടമി, പൗർണമി ഇവിടുത്തെ വിശേഷങ്ങളായ ദിവസങ്ങളാണ്. എത്ര കണ്ടാലും നമുക്ക് മതിവരാത്ത ഭംഗിയാണ് ഇവിടുത്തെ ക്ഷേത്രത്തിനുള്ളത്. ഏകദേശം 1 മണിക്കൂറെടുക്കും നമ്മൾ ക്ഷേത്രം മുഴുവനും വലത് വെച്ച് വരുമ്പോഴേക്കും. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് അകത്ത് കയറി തൊഴാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ചേട്ടൻ മോനെയും കൊണ്ട് മുന്നിലെ ഒരു കൽമണ്ഡപത്തിൽ ഇരിക്കുന്നത് കാരണം ഞങ്ങൾ അത്രയും നേരമൊന്നും അവിടെ ചെലവഴിക്കാതെ വേഗം തന്നെ അമ്പലത്തിൽ തൊഴുത് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും വൈകുന്നേരം 4 മുതൽ 8 വരെയുമാണ് ദർശന സമയം. യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകങ്ങളിൽ ഉൾപ്പെടുന്നതാണ് തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം. കൂടാതെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന ഈ ക്ഷേത്രം ചോളകാല തമിഴ് വാസ്തുവിദ്യയുടെ ഒരു ഉദാഹരണം കൂടിയാണ്. കുഞ്ഞുങ്ങളെല്ലാം വളരെ ഹാപ്പി ആയിരുന്നു. മോന് കാല് വയ്യെങ്കിലും ഞങ്ങൾ വന്നതിന് ശേഷം മോനെയും കൊണ്ട് ഞാനും ചേട്ടനും ഒന്ന് അമ്പലത്തിൽ കയറി ഒരു തവണയും കൂടി ദർശനം നടത്തി. അവനെ കൊണ്ടൊന്ന് കാണിക്കുകയും വേണമല്ലോ. ശിവൻ്റെ വലിയ രൂപം കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത്രയും ഇഷ്ടമാകുമെന്ന് ഞാൻ കരുതിയതേയില്ല. അമ്പലത്തിൽ നിന്നും തൊഴുത് പുറത്തേക്ക് ഞങ്ങൾ ഇറങ്ങി. തിരക്ക് അപ്പോഴും നല്ലതുപോലെ ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ വീണ്ടും വീണ്ടും അകത്തേക്ക് വരുന്നതായി കാണാം. ക്ലോക്ക് റൂമിൻ്റെ അടുത്തായി ചെറിയ ചെറിയ ടോയ്സൊക്കെ വിൽക്കുന്ന കടകളുണ്ട്. മോന് കളിപ്പാട്ടങ്ങൾ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചത് കാരണം ക്ലോക്ക് റൂമിൻ്റെ അടുത്തുള്ള ഈ കടകളിൽ നിന്നും ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങിച്ച് വീണ്ടും ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രീകൃഷ്ണ ഭവനിലേക്ക് പോയി. കുഞ്ഞുങ്ങളൊക്കെ ആകെ അപ്പോഴേക്കും നല്ല വിശപ്പും ടയേർഡും ഒക്കെ ആയിരുന്നു. അമ്മയുടെ ആവശ്യമായിരുന്നു പുറത്തിറങ്ങുമ്പോഴേക്കും ആ കടകളിലേക്ക് ഒന്നും കൂടെ കയറണമെന്ന്. തഞ്ചാവൂർ പാവകളെല്ലാം വാങ്ങണമെന്നും അമ്മയ്ക്ക് ഒരാവശ്യമുണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾ പുറത്തേക്കിറങ്ങി. തഞ്ചാവൂരിലെ ചിത്രങ്ങളും കരകൗശല വസ്തുക്കളും വിൽപ്പനയൊക്കെ വെച്ചിരിക്കുന്ന ഒരു മനോഹരമായ ഒരു കടയായിരുന്നു അത്.
ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തഞ്ചാവൂരിൻ്റെ ബൊമ്മയാണ്. തലയാട്ടി ബൊമ്മ അഥവാ ഉരുട്ടു ബൊമ്മ എന്നൊക്കെ പേരുള്ള ബൊമ്മകളാണ് തഞ്ചാവൂരിലെ മറ്റൊരു മനോഹരമായൊരു കാഴ്ച. തഞ്ചാവൂർ ഭരിച്ചിരുന്ന രാജവംശങ്ങളിലെ രാജാവിനെയും രാജ്ഞിയെയും പ്രതിനിധീകരിക്കുന്നതാണ് തഞ്ചാവൂർ പാവകൾ എന്ന് പറയപ്പെടുന്നു. തഞ്ചാവൂർ ചിത്രകലയുടെ ഉദ്ഭവം AD 1600 ആരംഭിച്ചതായാണ് കാണപ്പെടുന്നത്. സങ്കീർണവും വിപുലവുമായ സ്വർണ്ണ ഫോയിലുകൾ, ഗ്ലാസ് ബീഡുകൾ, രത്നങ്ങൾ എന്നിവ തഞ്ചാവൂർ പെയിൻറ്റിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവയാണ്. തഞ്ചാവൂർ ചിത്രങ്ങൾ പരമ്പരാഗതമായി നിർമ്മിക്കുന്നത് മരപ്പലകകളിലും ഒട്ടിച്ച ക്യാൻവാസുകളിലുമാണ്. ക്ലാസിക്കൽ നൃത്തങ്ങൾ, സംഗീതം, ഹിന്ദു മതപരമായ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചാണ് തഞ്ചാവൂർ പെയിൻറ്റിംഗ് നിർമ്മിച്ചിരിക്കുന്നത്. എത്ര കണ്ടാലും നമുക്ക് മതിവരാത്ത അത്രയും ഭംഗിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്യുന്നത്. ഇതിൻ്റെ ഓരോ ചെറിയ ഘടകങ്ങൾ പോലും നമുക്ക് വളരെയധികം അത്ഭുതം തോന്നിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ രൂപമെല്ലാം ഉള്ളത്. കുറേ നേരം അത് തന്നെ നോക്കി നിൽക്കാൻ തന്നെ നമുക്ക് തോന്നും. ഒരു ചെറിയ പെയിൻറ്റിങ് എല്ലാം വാങ്ങി ഞങ്ങൾ അവിടെ നിന്നും യാത്രയായി. അങ്ങനെ ഇന്നത്തെ ദിവസത്തിൻ്റെ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി നാളെ കാണാം.